ഞാൻ ഇതുവരെ പ്രസന്റ് ചെയ്തിട്ടുള്ളത് എല്ലാ പെസ്റ്റിസൈഡ്സും ടൈം എടുത്ത് ഇത് 24 ഹവേഴ്സോ 48 ഹവേഴ്സോ ഒക്കെ എടുത്ത് പ്രിപ്പയർ ചെയ്യുന്ന പെസ്റ്റിസൈഡ്സ് ആണ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെസ്റ്റിസൈഡ് ആണ്. അതിന് നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസ് തന്നെ മതി. ആദ്യം വേണ്ടത് വെള്ളം, പിന്നെ സോപ്പ് നമ്മൾ ബാത്ത് ചെയ്യണ സോപ്പ്, അതും ആൻറ്റി ബാക്ടീരിയൽ അല്ലാത്ത സോപ്പ് തന്നെ വേണം. അത് നമ്മൾ ബാത്തിങ് സോപ്പ് അവസാനം കുറച്ച് ബാക്കി വരുമല്ലോ, അത് വെള്ളത്തിലിട്ട് വെച്ച് യൂസ് ചെയ്താലും മതി. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയും വെജിറ്റബിൾ ഓയിലും. വെജിറ്റബിൾ ഓയിൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇൻ ദിസ് സൊല്യൂഷൻ. ഈ സൊല്യൂഷനിൽ കാണിച്ചിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം മിക്സ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സോപ്പ് യൂസ് ചെയ്യുന്നത് സ്റ്റിക്കി നേച്ചർ കൊണ്ടുവരാനാണ്. ഇത് നമ്മൾ തളിച്ച് കഴിയുമ്പോൾ ഒഴുകി പോവാതിരിക്കാനാണ് സോപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ യൂസ് ചെയ്യുന്നത് ബേക്കിംഗ് സോഡ pH ലെവല് മാറ്റി ഇൻസെക്ട്സിനും പെസ്റ്റിനും അതിനകത്ത് സർവൈവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനാണ് ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത്. ആൻഡ് ദി ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുന്നത്. അതിൽ ഇൻസെക്ട്സും പെസ്റ്റും ഉണ്ടെങ്കിൽ ഈ സൊല്യൂഷൻ അവർക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റാതെ ഉള്ള ഒരു സിറ്റുവേഷനിലെത്തിക്കും. അത് അവരുടെ സർവൈവൽ പോസിബിൾ അല്ലാതിരിക്കും. അപ്പോൾ ഇവിടെ അവർക്ക് സർവൈവ് ചെയ്യാനും പറ്റില്ല, പിന്നീട് വന്ന് സർവൈവ് ചെയ്യാനായിട്ടുള്ള ഒരു pH ലെവലും ആയിരിക്കില്ല ആ പ്ലാന്റിൽ ഉണ്ടാവുക. അത് മാത്രമല്ല ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കിച്ചണിൽ അവൈലബിൾ ആയതുകൊണ്ട് ഇത് കോസ്റ്റ്ലെസ്സും ആണ്, സേഫും ആണ്. ഇത് ഇൻസെക്ട്സിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ 10 ദിവസത്തിൽ ഒരു പ്രാവശ്യമോ ഉപയോഗിക്കാം. ഈ സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു 7 ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ തന്നെ യൂസ് ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിലും അത് കളയേണ്ട ആവശ്യമില്ല. ഒരു 7 ഡേയ്സോളം അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതുകൊണ്ടുള്ള യൂസ്. സ്മാർട്ട് ഗാർഡനിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ്.